Dear friends, welcome to the Umesh One Vlogs channel. KAS Kerala Administrative Serviceil അസിസ്റ്റന്റ് ഓഫീസറായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ജോബാണിത്. കേരളത്തിലെ IAS എന്ന് തന്നെ പറയാം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇത് IASന്റെ തൊട്ട് താഴെയുള്ള ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ജൂനിയർ സൂപ്രണ്ട്, അഡീഷണൽ സൂപ്രണ്ട് തുടങ്ങിയിട്ടുള്ള ജോലിയിലായിരിക്കും നിങ്ങൾക്ക് പ്രവേശനം, അതായത് ജോലി ലഭിക്കുന്നത്. ഇത് 3 എക്സാം ആയിട്ടാണ് നടത്തുന്നത്. 3 എക്സാമിൽ മെയിൻ ആയിട്ട് വരുന്നത് അതായത് പ്രിലിമിനറി എക്സാം 2 ഉണ്ടാവും, അത് കൂടാതെ ഒരു മെയിൻ എക്സാം ഉണ്ടാവും, കൂടാതെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അങ്ങനെ 3 ഘട്ടങ്ങളിൽ എഴുത്ത് പരീക്ഷയും ഒരു ഘട്ടത്തിൽ ഇന്റർവ്യൂവുമായിട്ടാണ് ഇത് നടത്തുന്നത്. ഇപ്പൊ നമുക്ക് 32 വയസ്സ് വരെ, 21 തൊട്ട് 32 വയസ്സ് വരെ ഉള്ള ഏജ് ഉള്ള കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബാക്കി ഒരു സ്ട്രീം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസർ അല്ലാത്തവർക്ക് അപേക്ഷിക്കാം. അവർക്ക് 40 വയസ്സ് വരെ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്റ്റാർട്ടിംഗ് ശമ്പളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 81,800 രൂപയോളമാണ് സ്റ്റാർട്ടിംഗ് ശമ്പളം കിട്ടുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് 77,200, 1,40,500 ആണ് ശമ്പള ആ ഒരു സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. 81,800 ആണ് ശമ്പളം കയ്യിൽ കിട്ടുന്നത്. 3 സ്ട്രീം ആയിട്ടാണ് നടത്തുന്നത്. ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിൽ നിങ്ങൾക്ക് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. പക്ഷേ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ IAS എക്സാമിന് തയ്യാറെടുക്കുന്നത് പോലെ നമ്മൾ തയ്യാറെടുക്കണം. കാരണം അതിനകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടാതെ എഴുത്ത് പരീക്ഷയും ഇന്റർവ്യൂവും കൂടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കോൺഫിഡന്റോട് കൂടി നല്ല രീതിയിൽ പഠിച്ച് ഒരു കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ട് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജോബ് കരസ്ഥമാക്കാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി കേരള PSCക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഈ ജോബ് കിട്ടാൻ വേണ്ടി. 31 വേക്കൻസിയാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 21 തൊട്ട് 32 വരെയാണ് ആ ജനറൽ തസ്തികയിലേക്കുള്ളത്. ഓൾറെഡി നിങ്ങൾ ഗവൺമെന്റ് പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ 21 തൊട്ട് 40 വയസ്സ് വരെ അപേക്ഷിക്കാം. 50 വയസ്സ് കവിയാൻ പാടില്ല എന്നും പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രിലിമിനറി എക്സാം ആണ്. അതിനകത്ത് ഫസ്റ്റ് 2 എക്സാം എന്ന് പറഞ്ഞാൽ OMR എക്സാം ആണ്. അത് 100 മാർക്കിന്റെ 2 എക്സാം ആണ്. അതിനകത്ത് മലയാളത്തിന് പകരം തമിഴോ കന്നഡയോ ഒക്കെ പഠിക്കാൻ അങ്ങനെ എഴുതുന്നവരുണ്ട്. മലയാളം അല്ലെങ്കിൽ കൂടാതെ ഇംഗ്ലീഷ് പ്രാവീണ്യത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കൂടാതെ മാത്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇന്റർവ്യൂ ഉണ്ടാവും. എക്സാമിന്റെ ഡേറ്റ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് അതിനൊരു പ്രിന്റ് ഔട്ട് എടുത്തിട്ടൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിനു വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ഈ ജോലി IASന് വേണ്ടിയൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ജോലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. കാരണം ഇതൊരു വായന, ഒരു പരത്തിലുള്ള വായന, ഒരു ആഴത്തിലുള്ള വായന വളരെ അത്യാവശ്യമാണ്. പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് 100 മാർക്ക്, 1 hour 30 minutes. ക്വസ്റ്റ്യൻ വിൽ ബി ഇൻ ഇംഗ്ലീഷ് വിത്ത് ട്രാൻസ്ലേഷൻ ഇൻ മലയാളം അവൈലബിൾ ആണ്. 2025 ജൂൺ 14 ആദ്യത്തെ OMR എക്സാം ഉണ്ടാകുന്നത്. അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം പേപ്പർ 2 ഉണ്ടാവും. അതിനകത്ത് വരുന്നതാണ് ജനറൽ സ്റ്റഡീസ്, മലയാളം അല്ലെങ്കിൽ തമിഴ്, കന്നഡ, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഇത്. പിന്നെ മെയിൻ എക്സാമിനേഷൻ വരുന്നുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള എഴുത്ത് പരീക്ഷയാണ്. ഡിസ്ക്രിപ്റ്റീവ് മോഡലാണ്. അത് ഒക്ടോബർ മാസങ്ങളിലാണ്, 2025 ഒക്ടോബർ മാസങ്ങളിലാണ് നടക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളത് വായിക്കണം കേട്ടോ. ജനറൽ സ്റ്റഡീസ്, ഹിസ്റ്ററി ആൻഡ് ഇന്ത്യ ഇൻ കേരള പ്രത്യേകം വരുന്നുണ്ട്. കൾച്ചറൽ ഹെറിറ്റേജ് ഇൻ കേരള, റീസണിങ്, മെന്റൽ എബിലിറ്റി, ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. സിമ്പിൾ അരിത്മെറ്റിക്, ജിയോഗ്രഫി എല്ലാം വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് വായിക്കുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പൊസിഷനാണ് കേരള PSCയിൽ വിളിക്കുന്ന ഏറ്റവും മികച്ച ഒരു ജോലി തന്നെ എന്ന് പറയാം. അപ്പൊ ഇതിനുവേണ്ടി സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് അപേക്ഷിക്കുക, എക്സാം എഴുതുക. നിങ്ങൾക്ക് വിജയാശംസകൾ നേരുന്നു. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ്, കേരള PSC റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഇൻഫർമേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.